വഴികാട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 5ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രവർത്തനങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യത്തെ പ്രവർത്തനം നോക്കാം. രംഗ് ദേ, നിറം കൊടുക്കാം. രംഗ്, നിറം. ആ ചിത്രങ്ങളിൽ എന്തൊക്കെയാണ് കാണുന്നത്? മരമുണ്ട്, പക്ഷിയുണ്ട്, പൂവുണ്ട്, പൂമ്പാറ്റയുണ്ട്. ഇവയ്ക്കെല്ലാം ഹിന്ദിയിൽ എന്തൊക്കെ വാക്കുകളാണ് പറയുക എന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പല പാഠങ്ങളിലായി നമ്മൾ ഇവയെല്ലാം പഠിച്ചതാണ്. ഓരോന്നായി നോക്കാം. മരത്തിന് ഹിന്ദിയിൽ എന്താണ് പറയുക? പേഡ്. അൻമോൾ പ്യാർ എന്ന പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പേഡ്, മരം. ചിടിയ. ചിടിയ എന്ന് പറഞ്ഞാൽ പക്ഷി എന്നാണ് അർത്ഥം. ഇതും നമ്മൾ പഠിച്ചതാണ്. അടുത്ത ചിത്രം നോക്കൂ. അതെന്താണ്? ഒരു പൂവാണ് അല്ലേ? പൂവിന് ഹിന്ദിയിൽ എന്താണ് പറയുക? ഫൂൽ. ഈ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? അതെ, ഒരു പൂമ്പാറ്റയാണ്. പൂമ്പാറ്റയെക്കുറിച്ചൊരു പാട്ട് നമ്മൾ ആദ്യ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. തിത്ലി റാണി അല്ലേ? അപ്പോൾ പൂമ്പാറ്റയ്ക്ക് എന്താണ് പറയുക? തിത്ലി. ഇപ്പോൾ നമ്മൾ പഠിച്ച വാക്കുകൾ വെച്ച് നമുക്കൊന്ന് ചേരുംപടി ചേർത്ത് നോക്കിയാലോ? സഹി മിലാൻ കരേ. വാക്കുകളെ ചിത്രങ്ങളുമായി യോജിപ്പിക്കാം. ഇടതുവശത്ത് കുറേ വാക്കുകൾ തന്നിട്ടുണ്ട്, വലതുവശത്ത് കുറേ ചിത്രങ്ങളും. അവ തമ്മിൽ ചേരുംപടി ചേർക്കണം. ആദ്യത്തെ വാക്ക് എന്താണ്? ചിടിയ. ചിടിയ എന്ന് പറഞ്ഞാൽ പക്ഷി എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് അത് പക്ഷിയുടെ ചിത്രവുമായി യോജിപ്പിക്കാം. അടുത്ത വാക്ക് എന്താണ്? തിത്ലി. തിത്ലി എന്ന് പറഞ്ഞാൽ പൂമ്പാറ്റ അല്ലെങ്കിൽ ബട്ടർഫ്ലൈ എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് അതിനെ പൂമ്പാറ്റയുടെ ചിത്രവുമായി യോജിപ്പിക്കാം. അടുത്ത വാക്കോ? അത് കൂട്ടുകാർ ഒന്ന് വായിക്കൂ. അതെ, പേഡ്. പേഡ് എന്ന് പറഞ്ഞാൽ മരം എന്നാണ് അർത്ഥം. അപ്പോൾ അതിനെ മരത്തിൻ്റെ ചിത്രവുമായി യോജിപ്പിക്കാം. അവസാനത്തെ വാക്കോ? അതെന്താണ്? ഫൂൽ. ഫൂൽ എന്ന് പറഞ്ഞാൽ പൂവ് എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ആ വാക്കിനെ പൂവിൻ്റെ ചിത്രവുമായി യോജിപ്പിക്കാം. അടുത്ത ഒരു ആക്ടിവിറ്റി നോക്കാം. ചിത്ര ഖീൻചേ നാം ദേവ്. ചിത്രം വരച്ച് പേര് നൽകുക. ഇഷ്ടമുള്ള ചിത്രങ്ങൾ വരച്ച് അവയുടെ പേരെഴുതിയാലോ? കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ വരയ്ക്കാം. നമ്മളിവിടെ വരയ്ക്കാൻ പോകുന്നത് നമ്മൾ പഠിച്ച പാഠങ്ങളിലെ ചിത്രങ്ങളാണ്. അതാകുമ്പോൾ കൂട്ടുകാർക്ക് നല്ല പരിചയമുണ്ടാകുമല്ലോ. ആദ്യം നമുക്കൊരു വീടിൻ്റെ ചിത്രം വരച്ചാലോ? സീനയുടെ പാഠത്തിൽ നമ്മൾ വീടിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. വീടിന് ഹിന്ദിയിൽ എന്താണ് പറയുക? ഘർ. എൻ്റെ വീട്, മേരാ ഘർ. ആ ചിത്രമാണ് കൂട്ടുകാർ ഇവിടെ കാണുന്നത്. അടുത്ത ചിത്രം ഏതാണ്? അതെ, സൈക്കിൾ. സൈക്കിളിന് ഹിന്ദിയിൽ സൈക്കിൾ എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മൾ വിനുവിൻ്റെ പാഠത്തിൽ സൈക്കിളിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? വിനു സൈക്കിൾ സേ ഗിര. അത് നമ്മൾ പഠിച്ചതാണ്. അതുപോലെ മാത്തമാറ്റിക്സിലും നമ്മളൊരു സൈക്കിൾ വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. അത് കൂട്ടുകാർക്ക് ഓർമ്മയില്ലേ? അപ്പോൾ നമുക്കൊരു സൈക്കിൾ വരയ്ക്കാം. ഈ ചിത്രമോ? ഈ ചിത്രവും കൂട്ടുകാർക്ക് പരിചിതമായിരിക്കും അല്ലേ? വിനുവിൻ്റെ പാഠത്തിൽ തന്നെ ചന്ദാമാമ എന്ന പാട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അമ്പിളിയമ്മാവൻ. ചന്ദാമാമ എന്ന് പറഞ്ഞാൽ അമ്പിളിയമ്മാവൻ എന്നാണ് അർത്ഥം. അമ്പിളിയമ്മാവൻ്റെ ചിത്രവും ആ സമയത്ത് നമ്മൾ വരച്ച് പഠിച്ചിട്ടുണ്ട്. ആ ചിത്രമാണ് അടുത്തതായി നമ്മൾ വരച്ചത്. അടുത്ത ചിത്രവും നമ്മൾ മുൻപ് വരച്ചു പഠിച്ചതാണ്. ബതായേ മേ കോൻ ഹും. ആ ചിത്രത്തിലുള്ള ആൾ ചോദിക്കുകയാണ്, പറയൂ ഞാൻ ആരാണ്? അതൊരു ആനയാണ്. ഒരു ആനയെ എങ്ങനെ വരയ്ക്കാമെന്നത് പല ഘട്ടങ്ങളിലായി ഈ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആരാണ് ഈ ചിത്രത്തിൽ? അത് ഹിന്ദിയിൽ പറയൂ. അതെ, ഹാഥി. ആനയ്ക്ക് ഹിന്ദിയിൽ ഹാഥി എന്നാണ് പറയുക. ഈ ചിത്രമോ? ഈ ചിത്രം കൂട്ടുകാർ കണ്ടതായി ഓർക്കുന്നുണ്ടോ? ഉണ്ടല്ലേ? പീപ്പൽ ദാദിയുടെ കഥയിൽ നമ്മൾ ഈ ചിത്രം കണ്ടതാണ്. ഈ ചിത്രത്തിൽ എന്താണ് നമ്മൾ കാണുന്നത്? ഒരു ഗ്രാമമാണ് അല്ലേ? ഗ്രാമത്തിന് ഹിന്ദിയിൽ എന്താണ് പറയുക? ഗാവ്. ഗാവ് എന്ന് പറഞ്ഞാൽ ഗ്രാമം എന്നാണ് അർത്ഥം. കൂട്ടുകാർക്ക് പരിചയമുള്ള ചിത്രങ്ങളാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിന് ഇഷ്ടമുള്ള ചിത്രങ്ങൾ വരയ്ക്കാം കേട്ടോ. അടുത്ത പ്രവർത്തനം നോക്കാം. ചിത്രോം കെ ശബ്ദ് ജോഡ്കർ വാക്യ പൂരാ കരേ. ചിത്രങ്ങൾക്കനുസരിച്ച് വാക്യം പൂർത്തിയാക്കാം.
2 ചിത്രങ്ങൾ മുകളിൽ കാണുന്നില്ലേ? അതിലെന്തൊക്കെയാണുള്ളത്? പൂമ്പാറ്റ. പൂമ്പാറ്റയ്ക്ക് ഹിന്ദിയിൽ എന്താണ് പറയുന്നത്? തിത്ലി. അടുത്ത ചിത്രമോ? ഒരു പൂവിൻ്റെ ചിത്രമാണ്. പൂവിന് ഹിന്ദിയിൽ എന്താണ് പറയുന്നത്? ഫൂൽ. താഴെ ഒരു ചിത്രം കാണുന്നുണ്ട്. ഒരു പൂവിൽ പൂമ്പാറ്റ ഇരിക്കുന്ന ചിത്രമാണ്. അതിന് നമ്മൾ എന്താണ് ഹിന്ദിയിൽ പറയുക? അവിടെ കുറച്ചു ഭാഗം വിട്ടുപോയിട്ടുണ്ട്. അതിനുശേഷം പർ ബൈഠി ഹേ എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്തിലിരിക്കുന്നു? പൂമ്പാറ്റ പൂവിലാണ് ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ അത് ഹിന്ദിയിൽ നമ്മൾ എങ്ങനെ പറയും? തിത്ലി ഫൂൽ പർ ബൈഠി ഹേ. പൂമ്പാറ്റ പൂവിൽ ഇരിക്കുന്നു. ഫൂൽ പർ എന്ന് പറഞ്ഞാൽ പൂവിന് മുകളിൽ എന്നാണ് അർത്ഥം. തിത്ലി പൂമ്പാറ്റ, ഫൂൽ പർ പൂവിന് മുകളിൽ, ബൈഠി ഹേ ഇരിക്കുന്നു. അടുത്ത ചിത്രത്തിൽ എന്താണ് കാണുന്നത്? മുകളിൽ ഒരു പക്ഷിയുടെ ചിത്രമുണ്ട്. പക്ഷിക്ക് നമ്മൾ ഹിന്ദിയിൽ എന്താണ് പറയുക? ചിടിയ. തൊട്ടടുത്ത ചിത്രമോ? അതെന്തിൻ്റെ ചിത്രമാണ്? ഒരു മരത്തിൻ്റെ ചിത്രമാണ്. മരത്തിന് ഹിന്ദിയിൽ എന്തു പറയും? പേട്. താഴെയുള്ള ചിത്രം എന്താണ്? ഒരു മരത്തിൽ നിന്നും പക്ഷി പറന്നു പൊങ്ങുന്ന ചിത്രമാണ് അല്ലേ? അപ്പോൾ അതിന് നമ്മൾ എന്താണ് പറയുക? ഡാഷ് ഡാഷ് സേ ഉഡ്തി ഹേ എന്നവിടെ കൊടുത്തിട്ടുണ്ട്. എന്തിൽ നിന്നാണ് പറന്നു പൊങ്ങുന്നത്? അതെ, പക്ഷി മരത്തിൽ നിന്നാണ് പറന്നു പൊങ്ങുന്നത്. അപ്പോൾ അത് നമ്മൾ ഹിന്ദിയിൽ എങ്ങനെ പറയും? ചിടിയ പേട് സേ ഉഡ്തി ഹേ. ചിടിയ എന്ന് പറഞ്ഞാൽ പക്ഷി, പേട് സേ മരത്തിൽ നിന്ന്, ഉഡ്തി ഹേ പറക്കുന്നു അല്ലെങ്കിൽ പറന്നു പൊങ്ങുന്നു. ചിടിയ പേട് സേ ഉഡ്തി ഹേ. ഇനി കൂട്ടുകാർ നേരത്തെ ചെയ്തതും കൂട്ടുകാർക്ക് വളരെ ഇഷ്ടമുള്ളതുമായ ഒരു പ്രവർത്തനമാണ്. പതംഗ് കൈസേ ലഗി. പട്ടം ഇഷ്ടമായോ? ഉസേ രംഗ് ദേ. അതിന് നിറം കൊടുത്താലോ? രംഗ് എന്ന് പറഞ്ഞാൽ നിറം, പതംഗ് എന്ന് പറഞ്ഞാൽ പട്ടം. ഈ പട്ടത്തിന് നിറം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ മുൻപും ചെയ്തതാണ് അല്ലേ? പട്ടം സ്വന്തമായി വരച്ച് കളർ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് അങ്ങനെയും ചെയ്യാം. ഒരു പട്ടം വരയ്ക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. ഇത് നമ്മൾ ഇംഗ്ലീഷ് വർക്ക്ഷീറ്റിൽ ചെയ്തതാണ്. കൂട്ടുകാർക്ക് ഓർമ്മയില്ലേ? മിട്ടുവിൻ്റെ പട്ടത്തിന് നമ്മൾ നിറം കൊടുത്തില്ലേ? ആ ചിത്രമാണിത്. അങ്ങനെ വിവിധ ഘട്ടങ്ങളിലായി വരച്ച മിട്ടുവിൻ്റെ പട്ടം കളർ ചെയ്തതാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. ഇതും കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പട്ടത്തിന് നിറം കൊടുത്താലോ? കൂട്ടുകാർക്ക് ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടമുള്ള നിറങ്ങൾ കൊടുക്കാം. യഹ് ബാൽ ഗീത് ഭരേ. ഈ പാട്ടൊന്ന് എഴുതി നോക്കാമോ? ഇവിടെ ഒരു പാട്ടിലെ കുറേ വരികൾ തന്നിട്ടുണ്ട്. കുറച്ച് വരികൾ വിട്ടുപോയിട്ടുണ്ട്. അതൊന്ന് പൂർത്തിയാക്കണം. ഇതെന്തിനെക്കുറിച്ചുള്ള പാട്ടാണ്? അതെ, ഇതൊരു പട്ടത്തെക്കുറിച്ചുള്ള പാട്ടാണ്. പട്ടത്തിന് ഹിന്ദിയിൽ എന്താണ് പറയുക? പതംഗ് അല്ലേ? മേരി പതംഗ്, എൻ്റെ പട്ടം. സുന്ദർ പതംഗ്, ഭംഗിയുള്ള പട്ടം. ഇനി താഴെ വിട്ടുപോയ വരികൾ നമ്മൾ ചേർക്കണം. കൂട്ടുകാർ പേടിക്കേണ്ട, ഇവിടെ കുറേ വാക്കുകൾ തന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് പൂർത്തിയാക്കാം. ഏതൊക്കെ വാക്കുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്? സുന്ദർ ഭംഗിയുള്ള, അച്ചി നല്ല, ചോട്ടി ചെറിയ, പ്യാരി ഏറ്റവും ഇഷ്ടമുള്ള. ഈ വാക്കുകൾ വെച്ച് വേണം ഈ പാട്ട് നമുക്ക് പൂർത്തിയാക്കാൻ. ഒന്ന് പൂർത്തിയാക്കി നോക്കിയാലോ? മേരി പതംഗ് സുന്ദർ പതംഗ്, എൻ്റെ പട്ടം ഭംഗിയുള്ള പട്ടം. മേരി പതംഗ് അച്ചി പതംഗ്, എൻ്റെ പട്ടം നല്ല പട്ടം. മേരി പതംഗ് ഛോട്ടി പതംഗ്, എൻ്റെ പട്ടം ചെറിയ പട്ടം. മേരി പതംഗ് പ്യാരി പതംഗ്, എൻ്റെ പട്ടം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പട്ടം. പ്യാരി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നാണ് അർത്ഥം. ബാൽഗീത് കാ ആലാപ് കരേം. ഈ പാട്ടൊന്ന് പാടി നോക്കിയാലോ? നമുക്ക് വേണ്ടി ഉമക്കുട്ടി ഈ പാട്ട് പാടും. നമുക്കൊന്ന് കേൾക്കാം. മേരി പതംഗ് സുന്ദർ പതംഗ്, മേരി പതംഗ് अच्छी पतंग, मेरी पतंग छोटी पतंग, मेरी पतंग
പ്യാരി പതംഗ്. കൂട്ടുകാരെല്ലാവരും ഈ പാട്ട് പാടി നോക്കണേ. അപ്പോൾ കൂട്ടുകാർക്ക് ഹിന്ദിയിലെ പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായി മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.